ഹൂസ്റ്റൺ നഗരത്തിൽ നാളെ പ്രഭാതത്തിൽ വീശുന്ന കാറ്റിന് സ്ലാവ് പോരാളികളുടെ രക്തത്തിന്റെയും ചാരത്തിന്റെയും ഗന്ധമുണ്ടായിരിക്കും. കാരണം ആരെന്നും എന്തെന്നും ചോദിച്ചു കഴിഞ്ഞാൽ പറയണം 41 വയസ്സ് കഴിഞ്ഞ് ഒരു പറങ്കി വന്ന് കത്തിച്ചിട്ട് പോയെന്ന്. 2 ഗോളുകൾ കാലുകൊണ്ട്, പിന്നീടൊന്ന് തലകൊണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തലച്ചോറിൽ നിന്നും പിറന്ന 2ാം ഗോളിന്റെ സൗന്ദര്യം വേറെ ആർക്ക് അവഗണിക്കാൻ കഴിയും? കളി തുടങ്ങി 10 മിനിറ്റ് പോലും കഴിയുന്നതിന് മുമ്പ് ഒരു വെടിയുണ്ട പോലെ ഹാഫ് വോളി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഷൂട്ടിംഗ് എബിലിറ്റിക്ക് കുറച്ചെങ്കിലും ലോപം വന്നിട്ടുണ്ടെന്ന് കരുതി അയാളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്താ കോളങ്ങളിലിട്ട് കൊത്തിവലിച്ച കഴുകന്മാരുടെ അണ്ണാക്കിലേക്ക് അഗ്നിവർഷം നടത്തുന്നത് പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉസ്ബെക്കിസ്ഥാനിലെ സ്ലാവ് പോരാളികളുടെ നെഞ്ചത്ത് നിറയൊഴിച്ച് ഗോൾ വേട്ട തുടങ്ങി. പോർച്ചുഗലിന്റെ 2ാമത്തെ ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബ്രെയിൻ ചൈൽഡ് എന്ന് തന്നെ വിളിക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തലച്ചോറിൽ തൊട്ടുള്ള സെലിബ്രേഷൻ അത് വീണ്ടും തെളിയിക്കുന്നു. എല്ലാ കണ്ണുകളും ഫ്രീ കിക്ക് എടുക്കാൻ നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു. ക്യാമറ കണ്ണുകളും 1 ലക്ഷത്തോളം വരുന്ന ആരാധകരുടെയും കാണികളുടെയും എതിരാളികളുടെയും ഗോൾ കീപ്പറുടെയും എല്ലാവരുടെയും കണ്ണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഒറ്റ ബിന്ദുവിൽ മാത്രം ഊന്നി നിൽക്കുമ്പോൾ ക്രിസ്ത്യാനോയുടെ ബ്രെയിൻ ചൈൽഡ് പോലെ ന്യൂനോയുടെ മാരക ഫ്രീ കിക്ക് വല തുളച്ച് 2ാമത്തെ ഗോൾ. ആദ്യ പകുതിയിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ മറ്റൊരു തവണ കൂടെ അടിച്ച് കയറ്റി വിരോധികൾക്ക് അയാളെ എഴുതിത്തള്ളാൻ നിന്ന എല്ലാ എണ്ണത്തിൻ്റെയും അണ്ണാക്കിലോട്ട് അഗ്നിവർഷം നടത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോ തീർന്നിട്ടില്ല, എരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് മുടിവല്ല, ഇത് താൻ ആരംഭം. ക്രിസ്ത്യാനോ ആട്ടം തുടങ്ങിക്കഴിഞ്ഞു. അണ്ണന്റെ വേട്ട അവസാനിക്കുന്നില്ല. ഈ 2ലും 3ലും ഒക്കെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അണ്ണനൊന്ന് നിറമങ്ങിയപ്പോഴേക്കും അയാളെ എഴുതി തള്ളാൻ എല്ലാവർക്കും വലിയ ശൗര്യമായിരുന്നു. വിരോധികളെ നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് ഇടിവാള് കയറ്റാൻ പറങ്കികളുടെ പടത്തലവൻ വീണ്ടും രൗദ്രരൂപനായി വരും.